ഹലോ, നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പൊതുവെ തോന്നാറുണ്ട്. ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളോട് ചെയ്യുമ്പോൾ, അല്ല എല്ലാ ആളുകളോടല്ല, ചില ആളുകളോട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റും സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം. അതായത് നമ്മുടെ സൗബിനിക്ക ഒരു വേദിയിൽ, ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു വേദിയിൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു വലിയ സ്റ്റേജാണ്, വലിയ എന്തോ ഒരു ഇവൻറ്റ് നടക്കുന്ന, അതിൻ്റെ ഇത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ഒരു വലിയൊരു ഇവൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ആ സ്റ്റേജിൻ്റെ കുറച്ച് മുന്നിൽ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് സൗബിൻ്റെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഇങ്ങനെ നോർമലായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ പിന്നെ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ ചേച്ചി അങ്ങനെ ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ സൗബിൻ അവരെ അങ്ങോട്ട് വിളിച്ചു. സൗബിൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. വിളിച്ചു. സ്റ്റേജിന്മേൽ പോയി അവിടെ ചെന്ന് അവിടെ നിർത്തിയിട്ട് സൗബിൻ തന്നെ ഫോണ് വാങ്ങി ചേച്ചിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്ത്. എന്താ സമയത്ത് ആ ചേച്ചിക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ. കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്താണ് വിളിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അതാ മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിൽ വെക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാണുന്നില്ലേ, കേട്ടില്ലേ? എന്താ സന്തോഷം, ആ മുഖത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. അതാണ് ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ചില ആളുകളോട് ചിലർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ പോയിട്ട് നിന്നിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ മനസ്സിനൊരു സന്തോഷം, അങ്ങനെ ഒരു മനസ്സിന് വല്ലാണ്ട് ടച്ച് ചെയ്തിട്ടുള്ള സംഭവമൊന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അവരൊട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വിളിച്ച് ചെന്നിട്ട് ആ സ്റ്റേജിൽ ചെന്ന് നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടൊരു ഫോട്ടോ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷം. അത് കുറെ ആളുകളൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യമാണത്. കാരണം ചില ആളുകളൊക്കെ ഇവിടെ സെൽഫി എടുക്കാൻ വന്നാൽ ഫോണ് വാരി വലിച്ചെറിയുന്നു. എന്തൊക്കെ പ്രഹസനങ്ങൾ! ഇത് അതിനൊക്കെ വിപരീതമായിട്ട് അങ്ങനെയാണ്. ഇത് ഫിഗർ ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരെ പോലുള്ള പാവങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവരൊക്കെ ഇന്ന് ഈ സ്റ്റാറിഡം ഉണ്ടായത്. അത് സൗബിനിക്കക്ക് നന്നായിട്ട് അറിയാം. അത് അറിയുന്നത് കൊണ്ടാണ് സൗബിനിക്ക കറക്റ്റായിട്ട് അവരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി ഫോട്ടോ എടുത്തത്. ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന ഒരു രണ്ട് പടക്കണ്ട് അഭിനയിക്കുമ്പോഴത്തേനും ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന കഥകൾ കാണാൻ വയ്യട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ പോലുള്ള ആളുകൾ ഉണ്ടെങ്കിലേ ഇവർ ഈ സ്റ്റാരിഡൊക്കെ ഉണ്ടാവുള്ളൂ. അത് സൗബിനിക്കക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സൗബിനിക്ക വളരെ വൃത്തിയായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, സൗബിനിക്കാക്കൊരു സന്തോഷം കിട്ടി, കാണുന്നവർക്കൊരു സന്തോഷം കിട്ടി, അവർക്ക് ആ ചേച്ചിക്ക് അതിനേക്കാളും വലിയ സന്തോഷം കിട്ടി. അതാണ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിരിക്കണം നമ്മൾ. പിന്നെ എന്താ പറയുക, ക്യാമറയുടെ മുന്നിലൊരു അഭിനയം, ആളുകളുടെ മുന്നിലൊരു അഭിനയം, വീട്ടിൽ വേറൊരു അഭിനയം, അതൊന്നല്ല. അതൊക്കെ നോർമലായിട്ട് നമ്മളെന്താണ് ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ, നമ്മളെ പടങ്ങൾ കാണാൻ വേണ്ടി ആളുകൾ കയറുള്ളൂ. ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മളെ ഒരുപാടൊക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലിടയ്ക്കൊരു വീഡിയോ കണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്ടമായിട്ട് തോന്നിയില്ല. ചിലർ അതിനെ നന്നായിട്ട് പറയുന്നവരുണ്ട്, അത് നല്ലതാണ്, അതങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം എന്താണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ നെസ്ലിൻ്റെ ഒരു പെൺകുട്ടി ഒരു പൂ കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കാല് നിലത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു മുട്ടുംകാലി ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് ഒരു സ്റ്റൈല്. ആ കുട്ടിയെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട് കൊടുത്തതല്ല, ഒരു സ്റ്റൈലിൽ കൊടുക്കാൻ വേണ്ടി ഇതാക്കി. അപ്പോൾ അവനെ എണീക്കാൻ വേണ്ടി പറഞ്ഞ് എണീച്ച് നിന്നതിൻ്റെ ശേഷമാണ് ആ പൂവ് മേടിച്ചത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ ഒരു പൂവ് ആ കുട്ടി തന്നു വെച്ചിട്ട്, ആ കുട്ടീൻ്റെ ഒരു ആഗ്രഹം അത് അങ്ങനെ തന്നു വിചാരിച്ചിട്ട് ഇപ്പോൾ അതിപ്പോൾ എന്താ വരാൻ വേണ്ടി പോകണം? അതിൽ വെച്ചിട്ട് ആ കുട്ടി ഓൻ്റെ കൂടെ പിന്നെ ഓൻ്റെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ ഒന്നുമല്ലല്ലോ. അത് ജസ്റ്റ് ആ സമയത്ത് ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയപ്പോൾ അത് ചെയ്തതാണ്.
അപ്പൊ അങ്ങനെയൊക്കെ ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പടമൊക്കെ ഹിറ്റ് ആകുമ്പോഴത്തേനും ഭയങ്കര സംഭവമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സൗബിനിക്ക അത് വളരെ വൃത്തിക്ക് ചെയ്തപ്പോൾ മനസ്സിന് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം ഇതാണ് നമുക്ക് ചില ആളുകളോട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ ആ ചേച്ചിയുടെ എന്താ പറയുക മുഖത്തുണ്ടായ ചിരി ഉണ്ടല്ലോ, ആ ചിരി ഭയങ്കര സംഭവം. അപ്പോൾ അതാണ് അത് ചില ആളുകളെ ക്വാളിറ്റിയാണത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങൾ, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന നല്ല നല്ല വിഷയങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും സ്നേഹം മാത്രം. നല്ലത് വരട്ടെ.